Welcome to Semester 2 Complementary Electronics for BSc Physics Main. Today we start the chapter number 15 of your syllabus, that is special diodes. Special diodes. In this section we study number of diodes such as Zener diode, tunnel diode, Schottky diode, etc. And the first one we study here is Zener diode. This is BSc Physics Main Complementary Electronics Semester 2. We begin chapter 15, Special Diodes. The first diode is Zener diode. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഭാഗമാണ്. ചാപ്റ്റർ 15 സ്പെഷ്യൽ ഡയോഡ് എന്ന് പറയുന്ന സെക്ഷൻ, അതിൽ സെനർ ഡയോഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് ആരംഭിക്കുകയാണ്. ഇതിൽ നമ്മൾ അനേകം പി ജംഗ്ഷൻ ഡയോഡ്, അനേകം ടൈപ്പ് ഡയോഡ് പഠിക്കും. അതിൽ ആദ്യത്തേതാണ് സെനർ ഡയോഡ്, ZDNER. ക്ലാരൻസ് സെനർ എന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഡയോഡിന് ആ പേരിട്ടിരിക്കുന്നത് സെനർ ഡയോഡ്. സയൻറ്റിസ്റ്റ് ക്ലാരൻസ് സെനർ. സോ വാട്ട് ഈസ് സെനർ ഡയോഡ്? സെനർ ഡയോഡിൻ്റെ സിമ്പലും അതിൻ്റെ ആക്ഷനും കാണിക്കുന്ന ആ രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദി ആക്ഷൻ ഓഫ് സെനർ ഡയോഡ്. അതിന് മുകളിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പ്രീവിയസ് ടോപ്പിക്കാണ്, നോക്കണ്ട. ബ്രീഡർ റെസിസ്റ്റർ അത് നമ്മൾ വേറെ സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ സെനർ ഡയോഡ് തൊട്ടുള്ള ഭാഗം നോക്കുക. സെനർ ഡയോഡ് അതിൻ്റെ സിമ്പൽ സാധാരണ ഡയോഡ് പോലെ തന്നെയാണ് വരയ്ക്കുന്നത്. വ്യത്യാസമുള്ളത് ആ ബാറ് ഒരു ഇസഡ് ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കൊടുക്കണം. ബാറ് ഇസഡ് ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കാണിക്കുന്നതാണ് സെനർ ഡയോഡ്. അതിൻ്റെ വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് സാധാരണ ഡയോഡിൽ പഠിക്കുന്നത് പോലെയുള്ള ഒരു വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിൽ വോൾട്ടേജ്, വൈ ആക്സിൽ കറണ്ടാണ്. അതിൽ ആ ഫോർവേഡ് CHSൽ നമ്മൾ VF എക്സ് ആക്സിലെടുക്കും, പിന്നെ IF വൈ ആക്സിലെടുക്കും. അതുപോലെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ VR റിവേഴ്സ് വോൾട്ടേജ് എക്സ് ആക്സിലെടുക്കും, നെഗറ്റീവ് എക്സ് ആക്സിലെടുക്കും. അതുപോലെ റിവേഴ്സ് കറണ്ട് നെഗറ്റീവ് വൈ ആക്സിലെടുക്കും. അപ്പോൾ ഗ്രാഫ് സാധാരണ ഡയോഡിൻ്റെ അതുപോലെയാണ്. ഫോർവേഡ് CHSന് ക്യാരക്ടറിസ്റ്റിക്സിന് വലിയ വ്യത്യാസമല്ല, റിവേഴ്സിലൊരു വ്യത്യാസമുണ്ട്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. അപ്പോൾ സെനർ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ റിവേഴ്സ് CHS ക്യാരക്ടറിസ്റ്റിക്സിന് നമുക്ക് ചുരുക്കി CHS എന്ന് പറയാം. CHS റിവേഴ്സ് CHSന് വ്യത്യാസം അതിൻ്റെ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജാണ്. നമ്മൾ ആ സെനർ ഡയോഡിൻ്റെ ആ സെനർ വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൻ്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒടിവാണ് കാണുന്നത്. സാധാരണ വരയ്ക്കുമ്പോൾ നമ്മളൊരു സ്മൂത്തായിട്ട് വളച്ചാണ് നേരെ കീഴ്പോട്ട് വരയ്ക്കുന്നത്. നോക്കുക, നമ്മൾ പറയുന്നത് ആ റിവേഴ്സ് CHSലാണ്. അപ്പം അത് ആ സെനർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ നേരെ ഷാർപ്പായിട്ടാണ് ആ കീഴ്പോട്ട് പോകുന്നത്. സഡൻ ബെൻഡാണ്. നേരെ മറിച്ച് നമ്മൾ നേരത്തെ പി ജംഗ്ഷനിൽ വരച്ച കർവ് സ്മൂത്തായിട്ടാണ് അവിടെ വളയുന്നത്. ഇവിടെ സ്മൂത്ത് അല്ല, ഒരു ഷാർപ്പ് ബെൻഡാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സെനർ ഡയോഡിന് ഒരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടെന്നാണ് പറയാൻ പോകുന്നത്. സെനർ ഡയോഡ് ഇസ് എ സ്പെഷ്യലി മെയ്ഡ് ഡയോഡ് വിത്ത് എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. വി ക്യാൻ സീ വാട്ട് ഇറ്റ് ഈസ് റിട്ടൺ ഹിയർ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. A properly based doped crystal diode with which has a sharp breakdown voltage is called a Zener diode. That is the definition. What is Zener diode? It is a properly doped crystal diode which has a sharp breakdown voltage is known as Zener diode. അപ്പോൾ സെനർ ഡയോഡിന് ഒരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഫിഗർ A റെപ്രസെൻറ്റ്സ് ദ സെനർ ഡയോഡ് ആൻഡ് B റെപ്രസെൻറ്റ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി പ്രോപ്പർട്ടി ഓഫ് സെനർ ഡയോഡ്. ഈ സെനർ ഡയോഡിന് മറ്റ് സാധാരണ ഡയോഡിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുകയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സെനർ ഡയോഡ്. നമ്പർ 1, സെനർ ഡയോഡ് ഈസ് ലൈക്ക് ആൻ ഓർഡിനറി ഡയോഡ് except that it is properly doped as to have a sharp
ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഒരു പ്രത്യേക രീതിയിൽ ഡോപ്പ് ചെയ്താണ് ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് the current through the Zener diode should be limited by the external circuit to a suitable value. കറണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യണം. റിവേഴ്സ് CHS വർക്ക് ചെയ്യുമ്പോൾ, റിവേഴ്സ് ബയസിൽ വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ കറണ്ട് ലിമിറ്റ് ചെയ്യണം. ബേൺ ഔട്ട് ചെയ്യാൻ പാടില്ല. ഇഫ് ദിസ് പ്രിക്കോഷൻ ഇസ് ടേക്കൺ, ഈ മുൻകരുതൽ സ്വീകരിച്ചില്ല എങ്കിൽ, ഇഫ് ദിസ് പ്രിക്കോഷൻ ഇസ് ടേക്കൺ, എ ലാർജ് കറണ്ട് can destroy the diode. അടുത്ത പ്രോപ്പർട്ടി, സെനർ ഡയോഡ് ഈസ് ഓൾവേസ് റിവേഴ്സ് ബയസ്ഡ്. സെനർ ഡയോഡിൻ്റെ ഓപ്പറേഷൻ എപ്പോഴും റിവേഴ്സ് ബയസിലാണ്. ഓപ്പറേറ്റ് വിത്ത് റിവേഴ്സ് ബയസ്. റിവേഴ്സ് ബയസ്ഡ്. അടുത്തത്, വെൻ ഫോർവേഡ് ബയസ്ഡ്. അടുത്ത പോയിൻ്റാണ്, അടുത്ത പ്രോപ്പർട്ടിയാണ് നമ്പർ 3. വെൻ ഫോർവേഡ് ബയസ്ഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ജസ്റ്റ് ദാറ്റ് ഓഫ് ഓർഡിനറി ഡയോഡ്. ഫോർവേഡ് ബയസിൽ ഇതിൻ്റെ കർവിന് യാതൊരു വ്യത്യാസവുമില്ല, സാധാരണ ഡയോഡിൻ്റെ പോലെ തന്നെയാണ്. എ സെനർ ഡയോഡ് ഈസ് നോട്ട് immediately burned off, BURNED OF, burned off just because it has entered the breakdown region. അപ്പോൾ ബ്രേക്ക് റീജിയനിൽ വർക്ക് ചെയ്തു എന്നതുകൊണ്ട് ഇത് കത്തിപ്പോവില്ല. as long as the external circuit is connected to the diode limits the current to a value known as value less than burnout value. അതായത് ഇത് നമ്മൾ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ബേൺഔട്ട് വാല്യൂവിൽ വരത്തില്ല. ബേൺഔട്ട് വാല്യൂവിൻ്റെ താഴെ വെച്ച് ഇത് വർക്ക് ചെയ്തോളും. അതുകൊണ്ട് ഈ ഡയോഡിന് ഡാമേജ് സംഭവിക്കത്തില്ല. as long as the external circuit connected to the diode limits the diode current to a value less than burnout value, the diode will not burn out. അപ്പോൾ ഇങ്ങനെ ആ വാല്യൂ എക്സ്റ്റേണൽ സർക്യൂട്ട് കൊണ്ട് കറണ്ട് ലിമിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് ബേൺ ഔട്ട് ചെയ്ത് പോകുന്നില്ല. അതാണ് പോയിന്റ്. അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂസാണ്. ഡയോഡ് വിൽ നോട്ട് ബേൺ ഔട്ട് എന്ന് പറഞ്ഞു. ഇനി ഈ സെനർ ഡയോഡ് സാധാരണ നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്റർ, വോൾട്ടേജ് സ്റ്റെബിലൈസറായിട്ടാണ് ഇതിൻ്റെ പ്രധാന യൂസ്. വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, കാരണം ബേൺ ഔട്ട് വാല്യൂ വർക്ക് ചെയ്യുന്ന കാരണം അവിടുത്തെ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റെബിലൈസർ നിർമ്മിക്കാൻ, വോൾട്ടേജ് റെഗുലേറ്റർ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് അതാണ്. ഇത് ചേർത്താണ് എസ്സേ ചോദിക്കുന്നത്. സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ, സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് ഓർ സെനർ ഷണ്ട് റെഗുലേറ്റർ. സെനർ ഷണ്ട് റെഗുലേറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ്, ആ ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യാവുന്നതാണ് VI. ഒരു സീരീസ് റെസിസ്റ്റർ R ഉണ്ട്. ഒരു സെനർ ഡയോഡ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നോക്കി, മേൽപോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ബാർ ബെൻഡ് ചെയ്തിരിക്കുന്നത് ഇസറ്റ് പോലെ അതിന് മുകളിലാണ് വരച്ചിരിക്കുന്നത്. പിന്നെ എക്സ്റ്റേണൽ ലോഡ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് ഇത്രയുള്ള ഒരു സെനർ ഡയോഡ് പിടിപ്പിച്ചാൽ ഇൻപുട്ട് വോൾട്ടേജ് എത്ര മാറിയാലും, VI എത്ര കണ്ട് വേരിയേഷൻ കാണിച്ചാലും ഔട്ട്പുട്ടിൽ VO RL അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, RLന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. A Zener diode voltage regulator is shown, the circuit is shown, the figure VI is the input voltage, VO is the output voltage. Even if VI changes, the value of VO will remain constant, stabilized. A Zener diode is connected as shown. R is series resistor, I is the main current, IZ is the Zener diode current, and IL is the load current. 3 currents are marked here. I is the circuit current, IZ is the Zener current, and IL is the load current, and that is written in the right side. IZ is Zener current, IL load current, and the total current is
IL plus IZ, that is Kirchhoff's first law. Current coming at a junction is equal to current going from that junction. I is equal to IL plus IZ. From the reverse characteristics of a Zener diode, it can be seen that the voltage remains constant in breakdown region. The curve is vertical. This is the principle behind the action of the Zener diode as a voltage regulator. On the circuit diagram of a Zener diode voltage regulator is shown in the diagram. If input voltage increases, then I changes. If I is increased, this increased current flow through the Zener diode, but due to the value of Zener diode, due to the value, due to the nature of Zener diode voltage across it remains constant. This will be the output voltage VO. അപ്പോൾ ഇവിടെ ഈ ഇൻപുട്ട് വോൾട്ടേജ് കൂടി സീരീസ് കറണ്ട് കൂടിയാൽ ഐ കൂടിയാൽ ആ കൂടിയ കറണ്ട് സെനർ ഡയോഡിനകത്തൊരു കടന്നു പോകും. അതുകൊണ്ട് എക്സ്റ്റേണലിലേക്ക് വരുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കാരണം കൊണ്ട് എക്സ്റ്റേണൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ്റ്റേണൽ വോൾട്ടേജ് വെച്ചാൽ IL × R, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ്റ്റേണൽ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് VO വിച്ച് വിൽ റിമെയിൻ കോൺസ്റ്റൻ്റ്. ഇപ്പോൾ കൂടിയ കറണ്ട് സെനർ ഡയോഡ് അതിൻ്റെ ആ ബ്രേക്ക്ഡൗൺ രീതിയിൽ വെച്ച് കണ്ടക്ട് ചെയ്ത് കളയും. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ലോഡിലേക്ക് ഒരു കോൺസ്റ്റൻ്റ് കറണ്ടാണ് വരുന്നത്, IL ആണ് വരുന്നത്. അവിടുത്തെ വോൾട്ടേജ് VO IL × R ആയിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കിനി സർക്യൂട്ട് അനാലിസിസ് നോക്കാം. ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് VO = VZ. കാരണം സെനർ ഡയോഡും ലോഡ് ആറും നമ്മൾ പാരലിൽ പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആ VZ തന്നെയാണ് VO എന്ന് പറയുന്നത്. ആ ഒരു രണ്ട് പാരലൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ VO = VZ, ഔട്ട്പുട്ട് വോൾട്ടേജ് VZ തന്നെയാണ്. അല്ലെങ്കിൽ VO എന്ന് പറയുന്നത് സെനർ ഡയോഡിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ്. VO കാണുന്നതിന് നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് IL × RL, വേർ IL is the load current and RL is the load resistor. അതുപോലെ കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ജംഗ്ഷനിൽ അപ്ലൈ KCL, കിർച്ചോഫ്സ് കറണ്ട് ലോ I is equal to IZ plus IL, അപ്ലൈ KVL. ആ ക്ലോസ് സർക്യൂട്ട് നമ്മൾ KVL അപ്ലൈ ചെയ്യുക. KVL അപ്ലൈ ചെയ്യുമ്പോൾ ക്ലോസ് സർക്യൂട്ട് മൊത്തം സർക്യൂട്ട് ഇൻപുട്ട് വോൾട്ടേജ് = I × R plus VO. അപ്പോൾ സെനർ ഡയോഡ് ഒഴിവാക്കിയുള്ള ക്ലോസ്ഡ് സർക്യൂട്ട് വിചാരിക്കുമ്പോൾ പടം നോക്കണം, നമുക്ക് കിട്ടും VI. അല്ലെങ്കിൽ പടത്തിലേക്ക് ഒന്നുകൂടി പോയി കാണിച്ചു തരാം. ആ സെനർ ഡയോഡ് നടുക്ക് കാണുന്ന ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ക്ലോസ് സർക്യൂട്ട് നോക്കുമ്പോൾ വോൾട്ടേജ് VI = I × R plus VO, I × R plus VO എന്ന് എഴുതാം. അത് KVL ആണ്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയാണ്. ബൈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ VI = I × R plus VO or VI minus VO. VO take to the left side. VI minus VO is I × R. I is VI minus VO by R. Thus we can find the series current. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഇക്വേഷനാണ് ഇതിനകത്തുള്ളത്. VO = VZ = IL × R, പിന്നെ I = IL plus IZ, പിന്നെ ഈ ഇക്വേഷൻ I = VI minus VO by R. അങ്ങനെ മൂന്ന് ഇക്വേഷൻ. അപ്പോൾ ഇതൊരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എസ് എ ടൈപ്പ് എസ്പൈലെ സെനർ ഡയോഡ്. സെനർ ഡയോഡ് അതിൻ്റെ കൂടെ അടുത്തത് പാർട്ടായിട്ട് ഡിസ്ക്രൈബ് ദി വർക്കിംഗ് ഓഫ് എ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ. That is all with your
6th class. We continue. Thank you.